ഇന്ത്യ ബംഗ്ലാദേശിനോട് തോറ്റതൊക്കെ നമ്മൾ അറിഞ്ഞു. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സ്റ്റോറി കൂടിയുണ്ട്. വെറും 1.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള 444 സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള 2010 വരെ ഒരു ഓട്ടോണമസ് കൺട്രി പോലും അല്ലാത്ത കുറസാവോ അടുത്ത വർഷത്തെ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. കോൺകാക്കഫ് ക്വാളിഫയിങ്ങിലെ ഗ്രൂപ്പ് ബിയിൽ ശക്തരായ ജമൈക്കയ്ക്കെതിരെ ഒരു ഡ്രോ മാത്രം മതിയായിരുന്നു കുറസാവോയ്ക്ക് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യാൻ. പക്ഷേ ഈ ഒരു മത്സരം തുടക്കം മുതലേ ഡ്രാമാറ്റിക് ആയിരുന്നു. മത്സരത്തിൽ 3 തവണ ജമൈക്ക പോസ്റ്റിലടിച്ചു. അതുപോലെ തന്നെ 90-ാം മിനിറ്റിൽ സ്റ്റോപ്പേജ് ടൈമിൽ ജമൈക്കയ്ക്ക് ഒരു പെനാൽറ്റി കിട്ടി. പിന്നീട് VARന്റെ ഇന്റർവെൻഷൻ മൂലം ആ ഒരു ഡിസിഷൻ തിരിച്ചെടുത്തു. അങ്ങനെ ഒടുവിൽ കുറസാവോ ചരിത്രം സൃഷ്ടിച്ചു. 0-0 ഡ്രോ നേടി അവർ കോൺകാക്കഫിൽ നിന്നും വേൾഡ് കപ്പ് കളിക്കാൻ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. മുൻ നെതർലൻഡ്സ് കോച്ചായ ഡിക് അഡ്വക്കാറ്റിന്റെ ഈ ഒരു മാച്ചിലെ സ്ക്വാഡില് കുറസാവോയിൽ ജനിച്ച ഒരു പ്ലെയർ പോലുമില്ല. എല്ലാവരും ഈ ചെറിയ ഐലൻഡ് നേഷന് വേണ്ടി കളിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്യപ്പെട്ടവരാണ്. ഇൻഫാക്ട് ഒരു പോയിന്റിൽ ഈ ടീമിന്റെ എവേ മത്സരത്തിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ അവരുടെ കോച്ചിന്റെ പോക്കറ്റിൽ നിന്നാണ് അവർ ഫണ്ട് ചെയ്തത്. ഈ സാക്രിഫൈസുകളൊന്നും എന്തായാലും വെറുതെ ആയില്ല. അടുത്ത വർഷത്തെ വേൾഡ് കപ്പിൽ കുറസാവോ ഉണ്ടാവും, ഒരു ലോകകപ്പിന് ക്വാളിഫൈ ചെയ്യുന്ന ഏറ്റവും ചെറിയ രാജ്യം. ഇനി നിങ്ങൾ പറയൂ, ഇന്ത്യ എന്ന നമ്മുടെ എക്സ്ക്യൂസ് എന്താണ്? ലോക ഫുട്ബോളിലെ സ്ലീപ്പിംഗ് ജയന്റ് എന്നെങ്കിലും ഉണരുമെന്ന പ്രതീക്ഷയിൽ നമ്മളെപ്പോലെ കുറെ പേര് ഇങ്ങനെ കിനാവ് കാണുന്നു.